ഇരിങ്ങാലക്കുട മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിൽ ഒളിവിലായിരുന്ന കരുവന്നൂർ സ്വദേശി കൂത്തുപറമ്പിൽ അനുമോദ് ബംഗളൂരുവിൽ നിന്നാണ് പിടിയിലായത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 3-ാം തീയതി മൂർക്കനാട് ശിവക്ഷേത്ര ഉത്സവ വെടിക്കെട്ടിന് ശേഷം ആലുംപറമ്പിൽ വെച്ചാണ് രണ്ട് യുവാക്കൾ കുത്തേറ്റ് മരിച്ചത്. തൃശൂർ വെളുത്തൂർ സ്വദേശി അക്ഷയ്, ആനന്ദപുരം സ്വദേശി സന്തോഷ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. നിരവധി കേസുകളിൽ പ്രതിയായ കരുവന്നൂർ കൂത്തുപറമ്പിൽ മാൻഡ്രു എന്നറിയപ്പെടുന്ന അഭിനന്ദിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാസംഘമാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിൽ 10 പേർക്ക് പരിക്കേറ്റിരുന്നു. 1-ാം പ്രതി മാൻഡ്രുവിന്റെ അനുജനാണ് ഇപ്പോൾ പിടിയിലായ അനുമോദ്. ഈ കേസിൽ 4-ാം പ്രതിയാണ് ഇയാൾ. കൊലപാതക ശേഷം പോലീസ് അന്വേഷണം ഊർജിതമായതോടെ ഇയാൾ നാടുവിടുകയായിരുന്നു. പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞിരുന്ന അനുമോദ് ഒഡീഷയിൽ കുറെ നാൾ തങ്ങി. 3 മാസം മുൻപാണ് ബംഗളൂരുവിലെ ഇലക്ട്രോണിക് സിറ്റിക്കടുത്ത ഒരു കടയിൽ ജോലി ചോദിച്ചെത്തി ആരുമറിയാതെ അവിടെ ഒളിവി ജീവിതം നയിച്ചു വന്നിരുന്നത്. പിടികൂടുന്ന സമയം പുലർച്ചെ ഇളം തണുപ്പിൽ പുതപ്പിനടിയിൽ സുഖനിദ്രയിലായിരുന്നു പ്രതി. മോനെ, കേരള പോലീസാടാ, എഴുന്നേൽക്കട എന്ന വിളികേട്ട് കണ്ണു തുറന്ന അനുമോദ് കണ്ടത് തനിക്കു ചുറ്റും നിൽക്കുന്ന പോലീസുകാരെയാണ്. നിമിഷനേരം കൊണ്ട് ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതെ തൃശൂർ റൂറൽ പോലീസ് പ്രതിയെ വിലങ്ങണിയിച്ച് കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ നിന്ന് ഇയാൾക്കെതിരെ 3 വാറന്റും നിലവിലുണ്ട്. മതിലകം സ്റ്റേഷനിൽ 3 കൊലപാതക ശ്രമക്കേസുകളിലും ആയുധം കൈവശം വെച്ച കേസിലും കാട്ടൂർ സ്റ്റേഷനിൽ 2 കൊലപാതക ശ്രമക്കേസും മയക്കുമരുന്ന് കേസും പ്രതിക്കെതിരെ ഉണ്ട്. 1 വർഷത്തോളം നീണ്ട ഒളിവു ജീവിതമാണ് ബംഗളൂരുവിലെ വാടക വീട്ടിൽ വ്യാഴാഴ്ച അവസാനിച്ചത്. ഇരിങ്ങാലക്കുട SI ദിനേശ് കുമാർ, ASI KV ഉമേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജീവൻ, CPOമാരായ KS ഉമേഷ്, ജിജിൽ, V കൃഷ്ണദാസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.